തിരഞ്ഞെടുത്തു. ദൈവ പൈതലാ ജീവിക്കുവാൻ യേശുവേ നീ എന്നെ തിരഞ്ഞെടുത്തു. നിന്റെ രക്തവും നിന്റെ ജീവനും തന്നെന്നെ വീണ്ടെടുത്തു. നിന്റെ രക്തവും നിന്റെ ജീവനും തന്നെന്നെ വീണ്ടെടുത്തു. നല്ലവനേ യേശുവിനെ എത്ര സ്തുതിച്ചാൽ മതിയാകും. നല്ലവനേ യേശുവിനെ എത്ര സ്തുതിച്ചാൽ മതിയാകും. ടി വി പ്രേക്ഷക സംഗമം പാലക്കാട് നവംബർ 27 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തിമഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. ടി വി പ്രേക്ഷക സംഗമം എറണാകുളത്ത് നവംബർ 28 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. കർത്താവിന്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഓരോ ദിവസവും ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കാൻ കഴിയുന്നത് അത് ഏറെ അനുഗ്രഹമുള്ള കാര്യമാണ്. ഇന്നും നിങ്ങളുടെ മുമ്പിൽ കർത്താവിൻ്റെ ആലോചനയുമായി നിങ്ങളെ പണിയുന്ന ദൈവവചനത്തിൻ്റെ ശബ്ദവുമായി എത്തുവാൻ കർത്താവിനെ സഹായിച്ചതോർത്ത് നന്ദി പറയുകയാണ്. 2 രാജ്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒന്ന് ദൈവരാജ്യം, ഒന്ന് പിശാചിൻ്റെ ലോകം, അല്ല എങ്കിൽ നമ്മളായിരിക്കുന്ന വേൾഡ് എന്ന് പറയുന്നത്. ഈ 2 രാജ്യങ്ങൾക്കും 2 നിയമങ്ങളാണുള്ളത്. ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവിൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ദൈവിക പ്രൊട്ടക്ഷനിൽ ആ വ്യക്തി ആയിരിക്കുന്നു എന്ന് ദൈവവചനം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു. എന്നാൽ ഈ രാജ്യത്തിൽ തന്നെ ആയിരിക്കുമ്പോൾ പുതിയ നിയമപ്രകാരം പുതിയ നിയമം പറയുന്നത് കൽപ്പനകൾ പ്രയോജനരഹിതമാകുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് ഈ കൽപ്പനകൾ പ്രയോജനരഹിതമെന്ന് പറയുന്നത്? കൽപ്പനകൾ അനുസരിക്കേണ്ട എന്നാണോ? എന്താണ് അതിനുള്ള പ്രയാസം, അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം എന്താണ്? ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ കർത്താവ് നിങ്ങളോട് സംസാരിക്കട്ടെ. ശ്രദ്ധയോടെ മെസ്സേജിലേക്ക് പോകാം. കർത്താവ് നിങ്ങളുടെ ലൈഫിനെ മാറ്റുവാനിടയാകട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടപ്പോൾ സ്വർഗം നിങ്ങളെ അവന്റെ രക്തത്താൽ മറച്ചുവെങ്കിൽ അത് ഒരിക്കലായി എന്നേക്കായി മറച്ചതാണ്. നിങ്ങൾ ഇടയ്ക്ക് ദൈവത്തെ ഓർമ്മിപ്പിക്കണ്ട യേശുവെ മറക്കണേന്ന്. നിങ്ങൾ അവന്റെ രക്തത്തിന്റെ മറവിലാണ്. നമ്മുടെ പ്രശ്നം എന്നാ പറയുക? ഇയ്യോബിന് പറ്റിയ പ്രശ്നം നമ്മുടെ തലയിലുള്ളത്. ഇയ്യോബിനൊരു കാര്യം അറിയത്തില്ലായിരുന്നു, ദൈവം അവനെ മറച്ചിരിക്കുകയായിരുന്നു എന്ന്. പക്ഷേ പിശാചിനൊരു കാര്യം അറിയാമായിരുന്നു, ഇയ്യോബിനെ ദൈവം മറച്ചിരിക്കുകയായിരുന്നു എന്ന്. നമ്മുടെ ഉള്ളിൽ ആദ്യം അറിയേണ്ടത് നമ്മളെ ദൈവം അവന്റെ അഗ്നി മതിലുകളാൽ മറച്ചിരിക്കുകയാ. ഞാൻ അവന്റെ രാജ്യത്തിനകത്താണായിരിക്കുന്നത്. ഒരു നല്ല ആമേൻ പറയാമോ? ശബ്ദം ഹല്ലേലൂയ പറയാമോ? നിങ്ങൾ ലോകം മുഴുവൻ നിങ്ങൾ ഫ്ലൈറ്റുകളിൽ കയറിയിട്ടുണ്ടോ? മുസ്ലിം രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഫ്ലൈറ്റുകളിൽ കയറിയാൽ അവരെ ഫ്ലൈറ്റ് എടുക്കണൊക്കെ പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുന്നതെന്നറിയോ? ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളെ സൂക്ഷിച്ചുകൊള്ളണമേ ദൈവമെന്നൊരു പ്രാർത്ഥിക്കും. ഞാൻ അതമിരുന്ന് ഉറങ്ങും. അപ്പൊ ബ്രദറെ, യാത്ര തുടങ്ങണൊക്കെ മുമ്പ് ബ്രദർ സൂക്ഷിക്കാൻ പ്രാർത്ഥിക്കത്തില്ലേ? സത്യത്തിലില്ല. അപ്പോ അത് വേണ്ടേ? എനിക്കൊരു കാര്യം അറിയാം, ഞാൻ അവന്റെ സുരക്ഷിതത്തിനകത്താണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് സംശയമൊന്നുമില്ല. അപ്പൊ ബ്രദർ സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു, ഒന്നും കൂടെ ശ്രദ്ധിക്കുക. എൻ്റെ മക്കളോട് ചോദിക്കുക, എൻ്റെ വീട്ടിലുള്ള ആളോട് ചോദിക്കുക. ഞങ്ങൾ ആരും അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. ഇനി പ്രാർത്ഥിക്കുകയാണ്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നേരത്തെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ചെയ്യാറുള്ളത് പറയാം. കർത്താവേ, ഇന്നും നീ ഞങ്ങളെ കരുതിയിരിക്കുന്നതിന് നന്ദിയപ്പാ. ഇന്നും ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് അവിടുത്തെ കൃപയ്ക്കായി നന്ദിയപ്പാ. നിന്റെ ദൂതന്മാരെ നീ ആക്കി വെച്ചതിന് നന്ദിയപ്പാ. കരുതണേ, മറക്കണേ ഇല്ല. ആൾറെഡി ഞാൻ അവൻ്റെ മോനാണ്, ആൾറെഡി ഞാൻ അവൻ്റെ പ്രൊട്ടക്ഷനിലാണ്, ഞാൻ അവൻ്റെ കരുതലിനകത്താണ്. ഇനി ഞാൻ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടല്ല ദൈവം അത് കരുതുന്നത്, ഞാൻ അവൻ്റെ മകനായതുകൊണ്ട് കരുതുവാൻ. പ്രിൻസി, ഈ മോളെ
മീറ്റിംഗ് കഴിഞ്ഞിട്ട് അപ്പുറത്തെ റോഡിലേക്ക് ഇറക്കി വിടുന്നത് എങ്ങനെയായിരിക്കും പ്രിൻസി? അപ്പുറത്തെ റോഡിലോട്ട് നിങ്ങൾ ക്രോസ് ചെയ്യാന്ന് വിചാരിക്കും. എങ്ങനെയായിരിക്കും നിങ്ങൾ പോകുന്നേ? നീ പോയിക്കോടി എന്ന് പറയോ? ഇല്ല കയ്യെ പിടിച്ചോണ്ടു. അതെന്താ കയ്യെ പിടിക്കുന്നേ? അവള് പെട്ടെന്ന് ക്രോസ് ചെയ്താ അവൾക്ക് ശ്രദ്ധിക്കാൻ അറിയത്തില്ലല്ലോ. അറിയത്തില്ല, വണ്ടി വരുന്നൊന്നും അറിയത്തില്ല. അറിയാത്തോണ്ട് പ്രിൻസി പിടിക്കും, ഞാൻ പിടിക്കും. അതെന്താ കാരണം? എന്താ? സിമ്പിളായി പറയാം, പ്രിൻസിയുടെ കൊച്ചാണത്. അത്രയെങ്കിലും ബോധം നമുക്കുണ്ടായിരുന്നുവെങ്കിൽ എത്രയധികം നമ്മൾ ബലപ്പെട്ടേനെ. ജഡത്തിലെ പിതാക്കന്മാർ പോലും ഇങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം എത്രയധികമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ ദുബായിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വിൻസെന്റ് എന്ന് പറഞ്ഞ പയ്യനുണ്ട്. ആ പയ്യന്റെ പെങ്ങളുടെ മോള് കസാരയുടെ മേളിൽ കയറി നിൽക്കുവോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ. ആ കൊച്ചു കടന്ന് പാടുപോടുവോ അവനെ പിടിക്കാൻ. ആ കൊച്ചിനറിയാം കസാരയെന്ന് കയറി നിൽക്കുവാന്ന് തറയിൽ വീണ ഒടിയൊന്നും ആർക്കറിയാം? കൊച്ചിനറിയത്തില്ല. അറിയാത്തോണ്ട് അതിന്റെ അപ്പനും അമ്മയും അതിനെ പിടിച്ചോണ്ടിരിക്കുവോ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിനക്ക് ചിലത് അറിയത്തില്ല എങ്കിൽ പോലും സ്വർഗം നിന്നെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന് നീ അറിയണം. നീ ബോധം വരേണ്ടതാ, നിനക്ക് ബോധം വരേണ്ടതാ, ഞാൻ അവന്റെ രാജ്യത്തിനകത്താണ്. കൈ അടിച്ചൊരു ആമേൻ പറ. ശബ്ദമുയർന്നൊരു ആമേൻ പറ. തിരുവനന്തപുരംകാർക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റലിയിൽ നിന്ന് വന്ന ചില ആളുകൾ വെടിവെച്ച് കൊന്നു. അങ്ങനെയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. കടപ്പുറത്ത് നടന്ന സംഭവം, കടലിൽ നടന്ന സംഭവം നിങ്ങൾക്കറിയാം. 2 പേർക്ക് വേണ്ടിയിട്ട്, കൊലപാതകരായ 2 പേർക്ക് വേണ്ടി അവരുടെ രാജ്യമാണ് വന്നത്. കൊലപാതകരായ 2 പേർക്ക് വേണ്ടിയിട്ട് അവരുടെ രാജ്യം വന്നുവെങ്കിൽ കർത്താവിന്റെ നമ്മുടെ മക്കളായ എനിക്ക് വേണ്ടിയിട്ട് ഒരു രാജ്യം വരാതിരിക്കുമോ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാ. നിങ്ങൾ കുറച്ചൊക്കെ എന്റെ ട്രാക്കിലായേ. ഇനി ഞാൻ ഉള്ളിലേക്ക് വരുവാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒന്ന് പറയാ, ഞാൻ അവന്റെ പ്രൊട്ടക്ഷനകത്താണ്, ഞാൻ അവന്റെ സുരക്ഷിതത്തിനകത്താണ്. 2 ഗ്രൂപ്പ് ഒന്ന് വന്നേ, ഒന്നും കൂടെ ഒന്ന് വന്നേ. 2 ഗ്രൂപ്പ് ഒന്ന് ഓടി വന്നേ. ഒന്ന് ശ്രദ്ധിച്ചേ. ഇത് ദൈവരാജ്യമാണ്, അത് പൈശാചിക രാജ്യമാണ്. എല്ലാവരും പറഞ്ഞേ, ഇത് ദൈവരാജ്യമാണ്, അതേതാണ്? ലിസൺ ടു മീ, വെരി കെയർഫുള്ളി ലിസൺ ടു മീ. യേശുവിൽ വന്ന സമയത്ത് എന്നെ ഈ ലോകത്തിൽ നിന്നാണ് ദൈവം വേർതിരിച്ചത്. ഇനി ശ്രദ്ധിച്ചാണ് ഞാൻ പറയുന്നത്. ബി കെയർഫുൾ, ലിസൺ ടു മീ, വെരി കെയർഫുൾ. ദൈവം എന്നെ വേർതിരിച്ചപ്പോൾ ഈ ലോകത്തിന്റെ സകല നിയമങ്ങളിൽ നിന്നും കൂടെ വേർതിരിച്ചിട്ട് ഒരു പുതിയ നിയമത്തിനകത്ത് എന്നെ ആക്കുകയാ ചെയ്തത്. എന്തുകൊണ്ട്? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചു, എന്തുകൊണ്ട്? നമുക്ക് അതിന് ഉത്തരം കിട്ടി കാണും. ആ രാജ്യത്തിന് അതിൻ്റെതായ ഒരു നിയമമുണ്ട്, ഈ രാജ്യത്തിന് ക്ലിയർ ആണ് അല്ലേ? എന്നെ മുളങ്ങ് വന്നേ, ഇപ്പുറത്ത് വന്നേ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനി ഞാൻ പറയുന്നത് കുറച്ചും കൂടെ ഉള്ളിലേക്ക് വരാം. ഇവിടെ ആയിരിക്കുന്ന ക്രിസ്തീയ വിശ്വാസികൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ യഹൂദൻ എന്ന് പറയുന്ന ആളെയും ദൈവം ഇവിടുന്ന് പിടിവിച്ചിട്ട് എവിടെ ആക്കി വെച്ചു? ഈ രാജ്യത്തിനകത്താക്കി വെച്ചു. അപ്പോൾ വേറൊരു കാര്യം കൂടെ നടന്നു. മോശയുടെ പ്രമാണത്തിൽ നിന്ന് കൂടെയാ ദൈവം എന്നെ വിടുവിച്ചിട്ട് പുതിയ നിയമത്തിന്റെ പ്രമാണത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത്. ദൈവം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? എന്തുകൊണ്ടാണ് ദൈവം ഒരു പുതിയ നിയമം ഉണ്ടാക്കിയത്? എന്തുകൊണ്ടാണ് പുതിയൊരു രാജ്യം ഉണ്ടാക്കിയത്? എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ഒന്ന് ചെയ്തത്? ഇരുന്നോ, നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. എബ്രായ ലേഖനം 7-ാം അധ്യായം 18-19 വാക്യങ്ങളാണ്. മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിന്റെ ബലഹീനതയും, ഈ പൗലോസ് എന്നെ വിശദീകരിക്കുക, എബ്രായ ലേഖകൻ എന്നെ വിശദീകരിക്കുക. മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിന്റെ ബലഹീനതയും നിഷ്പ്രയോജനത്വ നിമിത്തവും, എന്നാ നിഷ്പ്രയോജനവും നിമിത്തം. അപ്പൊ പഴയ നിയമത്തിന് 2 കാര്യങ്ങൾ പൗലോസിന്റെ ഭാഷയിലുണ്ട്, അല്ലെങ്കിൽ എബ്രായ ലേഖകന്റെ ഭാഷയിലുണ്ട്. എന്തുകൊണ്ട്? ബലഹീനതയുണ്ട്, നിഷ്പ്രയോജനമുണ്ട്. ഇനി ഇംഗ്ലീഷ് വേർഷൻ ഞാൻ വായിക്കാം. വീക്ക്നെസ് ആൻഡ് യൂസ്ലെസ്നെസ് എന്ന് എഴുതിയിരിക്കുന്നത്. എന്നാ? യൂസ്ലെസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വീക്ക്നെസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബലഹീനത ഉണ്ടായിരുന്നു, നിഷ്പ്രയോജനത്വം ഉണ്ടായിരുന്നു. ഇനി ഒരു വാക്യം കൂടെ വായിക്കാം. നമുക്ക് നേരെ എബ്രായ ലേഖനം 8-ാം അധ്യായം എടുക്കാം. അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കാം. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ നിയമമില്ലായിരുന്നു, അന്വേഷിക്കുകയില്ലായിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കാം. ഇനി ഇംഗ്ലീഷ് വേർഷൻ വായിക്കാം. For if that the first covenant had been faultless എന്ന് പറഞ്ഞ് ഫാൾട്ട് ഇല്ലാത്തതായിരുന്നുവെങ്കിൽ,
അപ്പൊ 3 കാര്യങ്ങൾ അവിടെ നമ്മൾ ശ്രദ്ധിച്ചു. 1 വീക്ക്നെസ്, 2 യൂസ്ലെസ്നെസ്, 3 ഫാൾട്ട്. അതിനെന്തോ ഉണ്ടായിരുന്നു? ഫാൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പഴയ നിയമത്തിന് എന്തായിരുന്നു വീക്ക്നെസ്? പഴയ നിയമത്തിന് ശ്രദ്ധിക്കുന്നു, പഴയ നിയമത്തിന് എന്തായിരുന്നു ബലഹീനത? പഴയ നിയമത്തിന് എന്തായിരുന്നു, ശ്രദ്ധിക്കുന്നു, പഴയ നിയമത്തിന് എന്തായിരുന്നു ഫാൾട്ട് ഉണ്ടായിരുന്നത്? റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 7-ാം അധ്യായം എടുക്കണ്ട, 7-ാം അധ്യായം എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കണേ, ന്യായപ്രമാണം നല്ലത് തന്നെയെന്നാ. ഇപ്പോൾ പഴയ നിയമം നല്ലതെന്ന് പറഞ്ഞിട്ട് ആ പ്രമാണത്തിന് 3 പ്രധാന കാര്യങ്ങൾ പറഞ്ഞു. യൂസ്ലെസ് ആണ്, വീക്ക്നെസ് ആണ്, ഫാൾട്ട് ഉണ്ട്. അപ്പൊ എന്താണ് നല്ലതെന്ന് പറഞ്ഞതിന് ഇത് ഇപ്പുറത്ത് വന്നപ്പോൾ ഫാൾട്ട് ഉണ്ട്, യൂസ്ലെസ് ആണ്, വീക്ക്നെസ് എന്ന് പറയാൻ കാരണം എന്താ? അതുകൊണ്ടാണ് ഈ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് നിന്ന് മാറ്റിയിട്ട് ഈ രാജ്യത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ദൈവം ഒരു നിയമം പുതിയത് കൊടുത്തതിന് കാരണം? ആർ യു ലിസണിങ് ടു മീ? ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറച്ച് കട്ടിയുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തേണ്ടത് ആവശ്യമാണ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ പഴയ നിയമത്തിന് സിമ്പിളി പറഞ്ഞാൽ പഴയ നിയമത്തിന് വീക്ക്നെസ് ഉണ്ടായിരുന്നു, ബലഹീനത ഉണ്ടായിരുന്നു, ചില നിഷ്പ്രയോജനം ഉണ്ടായിരുന്നു, ചില ഫാൾട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം പുതിയ നിയമം കൊണ്ടുവന്നേ. എന്തായിരുന്നു ഫാൾട്ട്? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചാൽ എന്തായിരുന്നു ഫാൾട്ട്? എന്തായിരുന്നു ഫാൾട്ട്? വിഷ്ണു കൊന്നേ വാ നിൽക്കാം. ഉദാഹരണം പറയാം. പഴയ നിയമത്തിൽ എന്തുവാണ് ഇത്ര പേടിച്ച് നിൽക്കുന്നത്? ഞാൻ വിചാരിച്ചു ഇവനെ തല്ലാൻ വിളിച്ച പോലെയാണ് നിൽക്കുന്നവൻ. പഴയ നിയമത്തിൽ ദൈവം പറഞ്ഞു വിശുദ്ധനായി ജീവിക്കാൻ. പക്ഷേ ഇവർക്കാർക്കും വിശുദ്ധനായി ജീവിക്കാൻ പറ്റിയില്ല. പഴയ നിയമത്തിൽ പറഞ്ഞു നീതിമാനായി ജീവിക്കാൻ. പക്ഷേ ഇവർക്കാർക്കും നീതിമാനായി ജീവിക്കാൻ പറ്റിയില്ല. എന്തായിരുന്നു അവർക്ക് നീതിമാനാകാൻ പറ്റാഞ്ഞത്? എന്തായിരുന്നു അവർക്ക് വിശുദ്ധനാകാൻ കഴിയാഞ്ഞത്? അവർക്ക് വിശുദ്ധനാകാനുള്ള എബിലിറ്റി ഇല്ലായിരുന്നു, നീതിമാനാകാനുള്ള എബിലിറ്റി ഇല്ലായിരുന്നു, കഴിവില്ലായിരുന്നു. പുതിയ നിയമത്തിൽ എന്ത് സംഭവിച്ചു? ഒരു വാക്യം വായിക്കാൻ നിൽക്കണേ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം. എന്നാൽ ന്യായപ്രമാണം ദൈവിക വാഗ്ദത്തങ്ങൾ വിരുദ്ധമോ? അല്ല, ഒരു നാളുമല്ല. ജീവിപ്പാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം, ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രമാണം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ പ്രമാണത്തിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല? നമ്മളെ ആരെയും ജീവിപ്പിക്കാൻ പറ്റിയില്ല. അതായിരുന്നു എൻ്റെ വീക്ക്നെസ്. എന്ന് പറഞ്ഞാൽ ഹോളിനെസ്സിനെ പ്രസംഗിച്ചു, വിശുദ്ധിയെ പ്രസംഗിച്ചു, നീതിയെ പ്രസംഗിച്ചു, പക്ഷേ അതിലേക്ക് എന്നെ നടത്താൻ പഴയ നിയമത്തിന് കഴിഞ്ഞില്ല. അതെന്താ കാരണം? പുതിയ നിയമം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇയാൾ യേശുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ, ശ്രദ്ധിക്കണേ, യേശുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ യേശു നൽകുന്ന ദൈവിക ജീവൻ ഇയാളുടെ അകത്തേക്ക് വരികയാണ്. ലിസൺ, ആ ജീവൻ ഇയാളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് വിശുദ്ധിയും നീതിയുമെല്ലാം. സ്വയം നിങ്ങൾക്കാർക്കും നീതിമാനായി ജീവിക്കാൻ ഒക്കത്തില്ല. സ്വയം നിങ്ങൾക്കാർക്കും വിശുദ്ധനാകാൻ കഴിയത്തില്ല. നീതീകരണം ദൈവം ദാനമായി തരികയാണ്. ആ ദാനം ലഭിക്കപ്പെട്ടതിന് ശേഷം ഇയാൾ പിന്നീട് നീതിമാനായി വസിക്കുന്നതിന്റെ കാരണം ഇയാളിൽ വ്യാപരിക്കുന്ന ദൈവിക ജീവൻ ഇയാളിൽ അത് ഉളവാക്കുകയാണ്. എന്തുകൊണ്ട് പഴയതിൽ നിന്ന് മാറ്റി പുതിയതിലേക്ക് ദൈവം കൊണ്ടുവന്നു? പഴയ നിയമത്തിന് എന്നിൽ ജീവൻ പ്രദാനം ചെയ്യാൻ പറ്റിയില്ല. ആ ജീവൻ പ്രദാനം ചെയ്യാൻ പറ്റാഞ്ഞത് കൊണ്ട് എനിക്ക് വിശുദ്ധനായോ നീതിമാനായോ ജീവിക്കാൻ കഴിഞ്ഞില്ല. ഒരു ഹല്ലേലൂയ പറയണേ. ഇതുകൊണ്ട് തീരുന്നില്ല. നിങ്ങൾ ഹല്ലേലൂയ പറയാവോ? 2 ഗ്രൂപ്പായിട്ട് വന്ന് നിൽക്കാവോ? 2 ഗ്രൂപ്പായിട്ട് വന്ന് നിൽക്കാവോ? ഓടിയോ? ഇനി പറയുന്ന കാര്യം ഭയങ്കരമാണ് കേട്ടോ. ഇനി പറയുന്ന ഭയങ്കര കാര്യമാണ്. നമ്മൾ ഇവരുടെ ഗ്രൂപ്പിൽ നിൽക്കുക. ഇയാളെ പഴയ നിയമത്തിലെ വിശ്വാസിയാ. ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്? നീതിമാനാകാനും വിശുദ്ധനാകാനും ദൈവവുമായി ബന്ധപ്പെട്ട് ജീവിക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അയാൾക്ക് കഴിയുന്നില്ല. ദൈവം എന്ത് ചെയ്തു? ഈ മനുഷ്യനെ എടുത്ത് ഇങ്ങോട്ടാക്കി, പുതിയ നിയമത്തിനകത്താക്കി. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറയാവോ? എന്നിട്ട് ദൈവിക ജീവൻ അയാളുടെ ഉള്ളിൽ പകർന്നു.
ഇനി ശ്രദ്ധിക്കൂ, എസെക്കിയേൽ പ്രവചനം 11-ാം അധ്യായം 19-ാമത്തെ വാക്യം. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? അവർ എൻ്റെ ചട്ടങ്ങളിൽ നടന്നു, എൻ്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകി. ഞാൻ അവർക്കൊരു വേറൊരു ഹൃദയം നൽകി. പഴയ നിയമത്തിലെ വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്ന, അല്ലെ, എസെക്കിയേൽ പറയുന്നത് ഞാൻ അവർക്കൊരു ഹൃദയം നൽകി, അല്ലെങ്കിൽ ഞാൻ അവർക്കൊരു ജീവൻ നൽകി. എന്തിനായി ജീവൻ നൽകിയെന്നറിയാമോ? നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാമോ? അതിൻ്റെ ആംപ്ലിഫൈഡ് വേർഷൻ പറയുന്നത് ദൈവത്തിൻ്റെ സ്പർശനം മനസ്സിലാക്കാനും ദൈവവുമായി കണക്റ്റഡ് ആകാനും കഴിയുന്നൊരു ജീവനെയാ കൊടുത്തിരിക്കുന്നത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പഴയ നിയമത്തിൽ നിൽക്കുന്ന, പഴയ നിയമത്തിന്റെ നിയമത്തിൽ നിൽക്കുന്ന ഒരാൾക്കും ദൈവിക ശബ്ദം കേൾക്ക്, ദൈവിക സ്പർശനം അനുഭവിച്ച് ജീവിക്കാൻ കഴിയത്തില്ല. പക്ഷെ പുതിയ നിയമത്തിലെ ആളുകൾക്ക് ഇയാളുടെ അകത്ത് ജീവൻ കൊടുത്തിരിക്കുകയാണ്. നീതിമാനായി വിശുദ്ധനായി ജീവിക്കുക മാത്രമല്ല, തൻ്റെ ജീവൻ ആത്മലോകവുമായി ബന്ധപ്പെടാൻ കഴിയുന്നതാണ്. എന്റെ കൂടെ എത്തിയ ഒരു ഹല്ലേലൂയ പറയാമോ? പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന ഒരാൾക്ക് പോലും ആത്മലോകവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. തെരഞ്ഞെടുക്കപ്പെട്ട ചിലർക്ക് ചിലത് അനുഭവിക്കാൻ പറ്റി, പക്ഷേ വിശ്വാസികൾക്ക്, അവിടെയുള്ള എല്ലാവർക്കും അത് അനുഭവിക്കാൻ പറ്റിയില്ല. പക്ഷെ പുതിയ നിയമത്തിലെ കഥ അതല്ല. എൻ്റെ അകത്തുള്ള ജീവന്റെ പ്രത്യേകത എനിക്ക് ചുറ്റും വ്യാപരിക്കുന്ന വിശുദ്ധന്മാരോട്, എനിക്ക് ചുറ്റുമുള്ള ദൂതന്മാരോട്, എനിക്ക് ചുറ്റുമുള്ള ദൈവശക്തിയോട് റിലേറ്റഡ് ആകാൻ കഴിയുന്ന ജീവനാണ് എൻ്റെ അകത്ത് വ്യാപരിക്കുന്നത്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്തിനാ ഇത്രയും കട്ടിയായ ഒരു കാര്യം നിങ്ങളെ പഠിപ്പിക്കുന്നേ? സോ സിമ്പിൾ. നിങ്ങൾ പലരും പറയുന്നു, ബ്രദറെ എനിക്ക് ദൂതനെ കാണണം, ദൈവത്തോട് സംസാരിക്കണം, എനിക്ക് ദൈവമായിട്ട് ഇടപെടുകണം. സഹോദരങ്ങളെ, പഴയ നിയമത്തിലെ ഒരാൾ അങ്ങനെ കരഞ്ഞിരുന്നതെങ്കിൽ ശരിയായിരുന്നു. പുതിയ നിയമത്തിലെ ഒരാളും അങ്ങനെ കരയരുത്. കാരണം അയാളുടെ അകത്ത് വന്നിരിക്കുന്ന ജീവൻ എന്തിനു വേണ്ടി തന്നിരിക്കുന്നതാണ്? അയാൾക്ക് ആത്മലോകവുമായി ബന്ധപ്പെടാൻ തന്നിരിക്കുന്നതാണ്. പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയിലാണ് കർത്താവ് തൻ്റെ ആത്മാവിനെ പകരുവാനിടയായത്. ആത്മാവിനെ പകർന്നതിന് കാരണം പ്രയോജനരഹിതമെന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ കൽപ്പനകൾക്ക് കഴിയാത്തത്, ദൈവത്തിൻ്റെ ഹിതമായ ഓരോന്നും ഈ ആത്മാവിനാൽ കഴിയുമാറാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്താണോ ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് മനസ്സിലാക്കി അതിനോടൊപ്പം ചലിക്കുവാൻ തക്കോണം ദൈവത്തിൻ്റെ ആത്മാവിനെ അവൻ നമ്മുടെ ഉള്ളിലാക്കിയിരിക്കുകയാണ്. നിങ്ങൾ മുൻപോട്ട് പോകുന്നതും പുറകോട്ട് പോകുന്നതും, നിങ്ങളുടെ ഓരോ നോട്ടവും പറച്ചിലും എല്ലാം കർത്താവിൻ്റെ ഹിതം പോലെ, അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാകട്ടെ. നിങ്ങളെ അവനാക്കി വെച്ചിരിക്കുന്നത് ദൈവരാജ്യത്തിലാണ്. ആ അനുഭവത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയിൽ അസാധാരണമായ ചിലത് ചലിച്ചുകൊണ്ടാണ് ആയിരിക്കുന്നത്. നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ല. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ഈ ആന്റിയുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത വലിയൊരു അത്ഭുത സാക്ഷിയാണ് പറയാനുള്ളത്. ഈ ആന്റിയുടെ പേര് ഉഷ എന്നാണ്. ചിറയൻകീഴ് എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ഈ ആന്റിക്ക് ജൂലൈ 24-ന് വലത് കാൽഭാഗത്തിൽ പാമ്പ് കടിച്ചു. പാമ്പ് കടിച്ചതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പക്ഷെ ആന്റിക്ക് വല്ലാത്ത പെയിൻ ആയിരുന്നു കടിച്ച ഭാഗത്ത്. കൂടാതെ അവിടെ മുറിവും ഉണ്ടായിരുന്നു. ഡോക്ടേഴ്സ് ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നു. ആ സമയം ചർച്ചിൽ വിളിച്ചു, പ്രേയർസെല്ലിൽ വിളിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം കാലിലെ വേദന മാറുകയും കടിയേറ്റ ഭാഗത്ത് മുറിവ് അപ്രത്യക്ഷിതമായി എന്നാണ് പറയുന്നത്. എന്ത് പാമ്പ് കടിച്ചു? കാലിൽ മുറിവുണ്ടായിരുന്നു. ആ മുറിവിന്റെ പ്രയാസം മാറിപ്പോയി. ബ്രദറെ, ഈ മോളുടെ പേര് വിനീത, പേയാട് നിന്നാണ് വരുന്നത്. ഈ മകൾക്ക് പ്രഗ്നൻസി ടൈമിൽ 5-ാം മാസം മുതൽ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. അത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷവും ഹെവിയർ ആയിരുന്നു, ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞത് കണ്ടിന്യൂസ് ബെഡ് റെസ്റ്റ് എടുക്കണം, ബെൽറ്റ് ഇടണം, കുഞ്ഞിനെ പോലും എടുക്കാൻ പറ്റത്തില്ല എന്നായിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞത്. അങ്ങനെ എനിക്ക് ബ്രദറിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. 1 വർഷത്തോളം താൻ അനുഭവിച്ച ആ ബാക്ക് പെയിൻ അന്ന് പൂർണ്ണമായി മാറിപ്പോയി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അതോടെ അന്ന് മാറിപ്പോയി. ഡോക്ടർമാര് ആ നിമിഷം മാറിപ്പോയി. എൻ്റെ അടുത്ത് പറഞ്ഞു ബെൽറ്റ് കംപ്ലീറ്റ്ലി ഇടണം, ബെഡ് റെസ്റ്റ് എടുക്കണം, കുഞ്ഞിനെ എടുക്കാൻ പാടില്ല. ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു ഇടുന്നില്ല എന്ന് പറഞ്ഞു. പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച സെക്കൻഡിൽ എനിക്ക് ആ വേദന മാറിപ്പോയി. ഈ ബ്രദറിൻ്റെ പേര് വിനോദ് എന്നാണ്. മലയൻകീഴ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്.
ഈ ബ്രദർ പറയുന്നത് തൻ്റെ മകൻ ഷോള് കഴുത്തിൽ കുടുക്കി കളിക്കുന്നതിനിടയിൽ ഷോള് ടൈറ്റ് മരിക്കാൻ നോക്കിയതാണോ തുടങ്ങിയതാണ്? പന്ത്രണ്ട് വയസ്സുള്ള ആളാണ്. അയാൾ ഷോളിലെ ജനലയുടെ മേൽ കയറിട്ട് കഴുത്തിലിട്ട് കളിക്കുമായിരുന്നു. അത് കുരുങ്ങിപ്പോയി. അപ്പോൾ കാല് തൊടാതെ തൂങ്ങിപ്പോയോ? പോയി. പിന്നെ വൈഫ് പോയി റൂമിൽ, പിന്നെ കാണാത്തോണ്ട് റൂമിൽ പോയി നോക്കിയപ്പോൾ അങ്ങനെ തൂങ്ങിക്കുന്നത്. ശരി, ഞാൻ വിചാരിച്ചു ആത്മഹത്യ ചെയ്യാൻ നോക്കി കാണുമായിരിക്കുന്ന വിചാരിച്ചു. 12 വയസ്സേ ഉള്ളൂ. ആൾക്കാർക്ക് എന്താ ആത്മഹത്യ എന്താണെന്നറിയാം. ഓക്കെ, പറഞ്ഞേട്ടെ. ഉടനെ തന്നെ SIT ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. വെന്റിലേറ്ററിൽ ആയിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരു രക്ഷയുമില്ല, കാരണം കുഞ്ഞ് അബോധാവസ്ഥയിലാണ്, ഒരു സ്കോപ്പും ഇല്ല, ജീവനിലേക്ക് വരുമെന്ന് പോലും ഡോക്ടേഴ്സിന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. എന്നാൽ ആ സമയത്ത് നമ്മുടെ ചർച്ചിൽ വരുന്ന അനുഗ്രഹിക്കപ്പെട്ട ലീഡർ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ആ സിസ്റ്റർ അറിയുകയും ആ സിസ്റ്റർ പോയി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ അവർക്ക് വിശ്വാസം ഉണ്ടായി. തുടർന്ന് കഴിഞ്ഞ ആഴ്ച ആദ്യമായി നമ്മുടെ ചർച്ചിലേക്ക് വന്നു. അന്ന് ഈ ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു. ബ്രദർ പറയുന്നത് അതിനുശേഷം വെന്റിലേറ്ററിൽ നിന്നും വാർഡിലേക്ക് മാറ്റി, ഓക്സിജൻ ഇല്ലാതെ സ്വയം ശ്വസിക്കാൻ തുടങ്ങി, കണ്ണു തുറന്നു. ഡോക്ടേഴ്സിന് പോലും അതിശയമാകുന്ന വിധത്തിൽ അവിടെ ഒരു സാക്ഷ്യം ഉണ്ടായതാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഡോക്ടേഴ്സിന് പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞിരുന്നു. ആദ്യം പറഞ്ഞിരുന്നു ഒരു പ്രതീക്ഷയുമില്ല, കാരണം ജീവനിലേക്ക് തിരിച്ചു വരത്തില്ലെന്നായിരുന്നു ഡോക്ടർമാരുടെ ചിന്ത. എന്നാൽ അതിനെ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് കരുണ കാണിച്ചു. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. 12 വയസ്സുള്ള ഒരു കുഞ്ഞാണ്. നമുക്ക് എഴുന്നേറ്റ് വന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. അതിനോടൊപ്പം തന്നെ ഈ ബ്രദറിന് വർഷങ്ങളായി മദ്യപാന ശീലം ഉണ്ടായിരുന്നു. ബ്രദറിനോട് കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആലോചന പറഞ്ഞു, ഇന്ന് മുതൽ ആ ഒരു ദുശീലം ബ്രദറിൽ നിന്ന് മാറിപ്പോകുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം അങ്ങനെ ഒരു ശീലമേ ഇല്ല, സാക്ഷ്യപ്പെടുന്നു. മദ്യപിക്കാൻ തോന്നുന്നില്ല. വണ്ടർഫുൾ, സന്തോഷമായിട്ട് പോയത്. TV പ്രേക്ഷക സംഗമം പാലക്കാട് നവംബർ 27 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തിമഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് നവംബർ 28 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തികൾക്കായി നന്ദി പറയാം. ദൈവം ചെയ്യുന്ന വീര്യപ്രവർത്തികൾക്കായി നന്ദി പറയാം. ഇന്നെന്നെ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും ഒരു സൗഖ്യത്തെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, ഒരു അത്ഭുതത്തെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അല്ല നിങ്ങളുടെ വീട്ടിലായിരിക്കുന്ന സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്ന് ഒരു വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിശ്ചയമായും ദൈവത്തിൻ്റെ മറുപടിയെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കർത്താവിലായിരിക്കുന്ന ഒരു വ്യക്തിയും തൻ്റെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമില്ല. ഏത് പ്രശ്നമാണെങ്കിലും ദൈവം അതിന് പരിഹാരം നൽകുവാൻ മതിയായവനാണ്. നിങ്ങളൊരു പ്രശ്നങ്ങൾ പോലും നിങ്ങളെ ഇല്ലാതാക്കത്തില്ല, തകർത്ത് കളയത്തില്ല. ഇത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണ്. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന, ഉത്തരത്തെ നൽകുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന അപ്പോൾ ആ ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ, ഈ കാണുന്ന കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുത കരം ചലിക്കണം അപ്പാ. ഈ കാണുന്ന കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുത കരം ചലിക്കണം അപ്പാ. താങ്ക് യു ജീസസ്. എനിക്കൊരു മോനെ കാണാം. അവൻ +2 കഴിഞ്ഞു. തന്നെ 18 വയസ്സ് കഴിഞ്ഞപ്പോൾ അവൻ ചിന്തിക്കുന്നത്, എൻ്റെ വീട്ടിൽ എനിക്ക് പഠിക്കാൻ പോകാനായി നിവൃത്തിയില്ല. വീട് പോലും പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒന്ന് ശരിയാക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ആ വീട് പോലും ആയിരിക്കുന്നത്. എന്തെങ്കിലും ജോലിക്ക് പോകാം. ഈ പ്രായത്തിൽ എന്ത് ജോലിയാണ്, എന്ത് ശമ്പളം കിട്ടും, പല ചോദ്യങ്ങളുമായിട്ടാണ് ആ വീട് പോകുന്നത്. എന്നാൽ കർത്താവിൻ്റെ കരം ആ വീടിന് വേണ്ടി ചലിക്കുകയാണ്. ആ മകൻ്റെ വിദ്യാഭ്യാസം മുടങ്ങത്തില്ല. ഉയർന്ന ഒരു സ്ഥിതിയിലേക്ക് കർത്താവ് കൊണ്ടുപോകും. ആ വീടിൻ്റെ സ്ഥിതികളെ കർത്താവ് പൂർണ്ണമായി മാറ്റുവാനിടയാകും. ദൈവത്തിൻ്റെ അത്ഭുത കരം അപ്പം ആ വീട്ടിൽ ചലിക്കട്ടെ അപ്പാ. അത്ഭുത കരം ആ വീട്ടിൽ ചലിക്കട്ടെ അപ്പാ. അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. അപ്പോൾ ആ ഓരോ വ്യക്തികളുടെ മേലും നിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. നിൻ്റെ കരം ചലിക്കട്ടെ അപ്പാ. നിൻ്റെ കരം ചലിക്കട്ടെ അപ്പാ. എനിക്ക് ഒരു വീടും കൂടെ കാണാം. ആ വീട്ടിൽ സ്വസ്ഥതയില്ലാത്ത ദിവസങ്ങളാണ്. ആരും ആരോട്ടും ചേരത്തില്ല. ഒരു കാരണം കൂടാതെ വഴക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. ആ വീട്ടിലായിരിക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ ബലങ്ങളും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആ വീട്ടിൽ ക്രിസ്തുവിൻ്റെ സമാധാനം ചലിക്കട്ടെ അപ്പാ.
കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന ആ വീടിൻ്റെ പരിസരം കർത്താവിനാൽ തൊടപ്പെടട്ടെ. ആ വീടിൻ്റെ ഓരോ അന്തരീക്ഷവും കർത്താവിനാൽ തൊടപ്പെടട്ടെ അപ്പാ. ഇരുട്ടിൻ്റെ ബലങ്ങൾ ആ വീട്ടിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി പറയുന്നു കർത്താവേ. അവിടെ നിന്ന് വിടുവിച്ചതോർത്ത് നന്ദി പറയുന്നു. കാണുന്ന ഓരോ കുടുംബങ്ങളിലും അവിടുത്തെ അത്ഭുത കരം ചലിച്ചിരിക്കാൻ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. കർത്താവിൻ്റെ കൃപയിലും നിറവിലും നമുക്ക് ഓരോ ദിവസവും ആശ്രയിക്കാം. ഗോഡ് ബ്ലെസ് യു.